ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രിയും കാണിച്ച ആ നിർബന്ധ ബുദ്ധി നമ്മൾ ആരും മറന്നിട്ടില്ല. അത് ചെയ്യാൻ പാടുള്ളതാണോ? കലികാല വൈഭവനായ അയ്യപ്പൻ, നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ, ആ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് നൂറുകണക്കിന് പോലീസുകാരെ നിർത്തിക്കൊണ്ട് 2 സ്ത്രീകളെ കയറ്റിയാൻ നേതൃത്വം കൊടുത്തത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലേ? കേരളത്തിലെ ജനങ്ങൾ, ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സംഭവമായത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്നല്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ സമരത്തിൽ പങ്കെടുത്തത്. രാഷ്ട്രീയമില്ലാതെ തന്നെ ജനങ്ങൾ ഒന്നിച്ചണിനിരുന്ന ഒരു സമരമാണ് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടത്. അന്ന് സ്ത്രീകളെ കയറ്റാൻ വേണ്ടി മുൻകൈയെടുത്ത ഗവൺമെന്റ് അല്ലേ വനിതാ മതിൽ ഇവിടെ തീർത്തത്? വനിതാ മതിൽ തീർക്കുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സംഭവം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. പിന്നീട് അവർ മാപ്പ് ചോദിക്കുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ക്ഷമ ചോദിക്കുകയും ചെയ്തുള്ള മറ്റൊരു കാര്യം. ഇപ്പോഴെന്താണ് ഉണ്ടായിരിക്കുന്നത്? നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നൽകുന്ന കാണിക്ക എന്ന് പറയുന്ന ഭക്തന്റെ ഹൃദയത്തിലുള്ള ഭഗവാനുള്ള അർച്ചനയാണ്. കോടിക്കണക്കിന് രൂപയാണ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നേർച്ചയായി നൽകുന്നത്. 41 ദിവസം വ്രതമെടുത്ത് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കെട്ടും കെട്ടി ശബരിമലയിലെത്തുന്ന ഒരു അയ്യപ്പ ഭക്തൻ തന്റെ കയ്യിലുള്ള വസ്തുക്കൾ അവിടെ ഭണ്ഡാരത്തിലേക്കിടും, കാണിക്കയായിടും. ആ കാണിക്കയായിടുന്ന പണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്തൊരു കൂട്ടരാണിന്ന് ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.